ഹായ് അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഫങ്ഷൻസ് എന്ന് പറയുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, വേറെ ഒന്നുമല്ല. ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ഓഫ് കോഡിന് ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആക്ച്വലി ഫംഗ്ഷൻ എന്ന് പറയാം. വേറെ ഒന്നും വിചാരിക്കേണ്ട. ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി അത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യുകയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് നമ്മുടെ കോഡിങ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന കോഡിൽ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമുക്ക് വാല്യൂസിനെ കൊടുക്കാനും അതുപോലെ ഫംഗ്ഷൻ ചില വാല്യൂസ് റിസൾട്ടായിട്ട് തരാനും സാധിക്കും. സോ നമ്മളത് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോകാന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ബേസിക്കലി ഒരു ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിലോ അത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ലൈക്ക് അത് നമ്മളിപ്പോൾ ഒരു വാല്യൂവിന്റെ സമ്മ് കണ്ടെത്തുക. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അത് ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ കോഡിങ്ങിൽ കോഡ് ചെയ്ത് വരുമ്പോൾ എവിടെയൊക്കെ നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം, നമ്മൾ അവിടേക്ക് ഒരു ഫംഗ്ഷന് കോൾ ചെയ്താൽ മാത്രം മതി. ഒരിക്കലും ആ ഒരു ലൈൻ ഓഫ് കോഡ് അല്ലെങ്കിൽ 2-3 ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ റിപ്പീറ്റ് നമുക്ക് എഴുതേണ്ട കാര്യം. ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി, റൈറ്റ്? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ ഫംഗ്ഷൻസ് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ് നമ്മുടെ പൈത്തണിൽ ഫംഗ്ഷൻ എഴുതാനായിട്ട്. അതിനാദ്യം നമ്മൾ എന്തിനും ഒരു കീവേഡ് ഉണ്ട് DEF, എന്നിട്ട് എന്ത് ചെയ്യുക, ഫംഗ്ഷന്റെ പേര്. ഇപ്പൊ ഞാൻ സാമ്പിളിന് മൈ ഫംഗ്ഷൻ എന്ന് കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടണം, ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്യണം. സോ എന്നാൽ മാത്രമേ അത് ഫംഗ്ഷൻ ആകത്തുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, കോളൻ ഇട്ടു. ആൻഡ് അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുക. അതായത് പ്രിന്റ് ഞാനിപ്പോൾ ഒരു ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്, റൈറ്റ്? അപ്പോൾ ഇപ്പൊ ഇതൊരു ഫംഗ്ഷനാണ്, റൈറ്റ്? അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ബേസിക്കലി എപ്പോഴാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന പറയുന്നത്, ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത്. കോൾ ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, ആ ഫംഗ്ഷന്റെ പേര് വിളിച്ചാൽ മതി. ഫംഗ്ഷന്റെ പേര് വിളിക്കാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ ഏതാണോ ഫംഗ്ഷൻ അത് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കണക്ട് ആവുന്നേ ഉള്ളൂ. ഓക്കെ, കണക്ട് ആയി. അപ്പോൾ കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, DEF എന്ന് പറയുന്ന കീവേഡ് ആദ്യം നമ്മൾ യൂസ് ചെയ്യുക. അത് എഴുതിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക ഫംഗ്ഷന്. അതിനുശേഷം ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്ത് മസ്റ്റ് ആണ്. കാര്യം ഒരു ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ അത് ഫംഗ്ഷൻ ആയിട്ട് മാറത്തുള്ളൂ. എന്നിട്ട് കോളൻ ഇടുക. ആൻഡ് ദെൻ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എഴുതാം. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പ്രവർത്തിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോൾ ചെയ്തേക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ കോൾ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്ത് ഹലോ വേൾഡ് പ്രിന്റ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷന്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇനി എനിക്ക് ഈ ഫംഗ്ഷന്റെ അകത്തേക്ക് വാല്യൂസിനെ കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ എനിക്ക് ഹലോ വേൾഡിന് പകരം ഇപ്പൊ ഞാൻ ഈ വേൾഡ് മാറ്റി. അപ്പൊ എന്താ പ്രിന്റ് ചെയ്യാം, ഹലോ എന്നാണ് പ്രിന്റ് ചെയ്തത്. എനിക്ക് എന്ത് ചെയ്യണം, ഹലോ ഒരു പേര് പ്രിന്റ് ചെയ്യണം. ഇപ്പൊ ഹലോ അഭിജിത്ത് അല്ലെങ്കിൽ ഹലോ അഭിലാഷ് എന്ന രീതിയിൽ ഒരു പേര് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വാല്യൂസിനെ പാസ് ചെയ്യാൻ സാധിക്കും. അതായത് ഞാനിപ്പോ ഇവിടെ ഒരു ചുമ്മാ, അതായത് ഒരു വേരിയബിൾ സെറ്റ് ചെയ്യുക. നെയിം എന്നൊരു വേരിയബിൾ ഉണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ നെയിം ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നു, റൈറ്റ്? കണ്ടോ, ഇവിടെ ഞാൻ സ്പേസ് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഹലോ അഭിജിത്ത്. ഇതെങ്ങനെ ഇവിടെ വന്നേക്കുന്നത്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ പാസ് ചെയ്തേക്കുന്നതിന് ആർഗ്യുമെന്റ് എന്നും ഇവിടെ ഉള്ളതിന് പാരാമീറ്റർ എന്നാണ് പറയുന്നത്. പാരാമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ വേരിയബിൾ ഇല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് പാരാമീറ്റർ. അതായത്
ഞാൻ ഇവിടെ അഭിജിത്ത്, അതായത് ഇവിടെ എനിക്ക് ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഒരു പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇവിടെ ഒരു പാരാമീറ്റർ, ഇവിടെ എനിക്ക് ഒന്നിലധികം പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പാരാമീറ്ററെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ആർഗ്യുമെന്റ് മാത്രം പാസ് ചെയ്യാം, റൈറ്റ്. അപ്പൊ ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരു വേരിയബിൾ കൊടുത്തു, അല്ലെങ്കിൽ വേരിയബിൾ ആ ഒരു അർത്ഥം തന്നെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ പാരാമീറ്ററിന്റെ പേര് നെയിം എന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു സ്ട്രിങ് കൊടുത്തു അഭിജിത്ത്. അപ്പൊ അത് നേരെ ഒരു പാരാമീറ്ററിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ പാരാമീറ്ററിലേക്ക് റിസീവ് ചെയ്യുന്ന വാല്യൂ എന്താ അവിടെ സംഭവിക്കുക, ഹലോ പ്ലസ് നെയിം ആണ്. അതായത് ഈ ഒരു നെയിമിന്റെ അകത്ത് വരുന്ന ഹോൾഡ് ചെയ്യാൻ പോകുന്ന വാല്യൂ എന്ത് ചെയ്യണം, ഈ ഹലോന്റെ കൂടെ ആഡ് ചെയ്ത് വരണം. അപ്പോൾ എന്താ പ്രിന്റ് ചെയ്യാൻ നേരത്തെ ഹലോ ഒബ്ജക്റ്റ് വരും. എനിക്ക് വേണമെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ ഒരു അതേ ഫംഗ്ഷൻ വിളിച്ചിട്ട് വേറൊരു പേര് കൊടുക്കാൻ സാധിക്കും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അഭിലാഷ്, ഓക്കെ, എന്റെ റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, കണ്ടോ, ഹലോ അഭിലാഷ്. കാര്യം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണം എന്ന് പറയുന്നത്, അഭിലാഷ് എന്ന് പറയുന്ന ആ ഒരു ആർഗ്യുമെന്റ് എങ്ങോട്ട് പോയി, ഈ നെയിമിലോട്ട് പോയി. എന്നിട്ട് ആ നെയിമിലുള്ള വാല്യൂ എന്ന് പറഞ്ഞ ഇപ്പൊ അഭിലാഷ് ആണ്. ആ അഭിലാഷിനെ ഞാൻ എന്ത് ചെയ്തു, ഹലോവിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു പാരാമീറ്ററിന്റെ പാസിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇനിയും ഇതുപോലെ ഫംഗ്ഷൻ വിളിക്കാം പുതിയൊരു ആർഗ്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. എനിക്ക് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ ഇപ്പോൾ മൈ ഫംഗ്ഷൻ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എബി ഇങ്ങനെ കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കുക, ഹലോ എബി എന്ന് കണ്ടോ. അങ്ങനെ എത്ര വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ആർഗ്യുമെന്റ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ ഈ ആർഗ്യുമെന്റ് എവിടെയാ വന്നു പോകുന്നത്, ഈ ഒരു ആർഗ്യുമെന്റ് എങ്ങോട്ട് വരും, ഈ നെയിം എന്ന് പറഞ്ഞ പാരാമീറ്ററിലേക്ക് വരികയും അത് നേരെ ഈ ഒരു ഫംഗ്ഷന്റെ അകത്ത് വരും. ഫംഗ്ഷന്റെ അകത്ത് നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത് ഹലോ പ്ലസ് നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ചുമ്മാ വേണമെങ്കിൽ നെയിം ഇവിടെ പ്രിന്റ് ചെയ്യിക്കാം. ചുമ്മാ എനിക്ക് വേണമെങ്കിൽ ആ കിട്ടുന്ന വാല്യൂസിനോട് പ്രിന്റ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പൊ എന്താ സംഭവിക്കുക, ഹലോ ആ ഒരു നെയിം ഇവിടെ പ്രിന്റ് ചെയ്യും, ഹലോ പ്ലസ് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹലോ അഭിജിത്ത് എന്ന് വരും. പിന്നെ ആ കിട്ടിയ പേരിന് ഞാൻ വെറുതെ പ്രിന്റ് ചെയ്തു, അപ്പോൾ അഭിജിത്ത് എന്ന് വരും, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്. അത് പാരാമീറ്ററിൽ റിസീവ് ചെയ്യും, അവിടുന്ന് നേരെ ആ ഫംഗ്ഷന്റെ അകത്തേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്, റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ നേരത്ത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇനി പറയുന്നത്, ഓക്കെ. അപ്പോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോ ഇനി നമുക്ക് ഫംഗ്ഷന്റെ അകത്ത് തന്നെ, അതായത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഫംഗ്ഷൻ എഴുതാൻ പഠിച്ചു, ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂവിന് കൊടുക്കാൻ പഠിച്ചു. ഇനി ഫംഗ്ഷൻ ഇപ്പൊ ഈ പറയുന്ന ഫംഗ്ഷൻസ് ഒന്നും വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേൺ ചെയ്യാന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു ഫംഗ്ഷൻ ഒന്നും വാല്യൂവിനെ ഹോൾഡ് ചെയ്യുന്നില്ല. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു വാല്യൂവിനെ വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂവിനെ നമുക്ക് വേറൊരു വേരിയബിളിലോട്ടൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഞാനൊരു ഒരു സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ പുതിയൊരു ഷെൽ എടുത്തു, എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2 നമ്പർ കൂട്ടണം, അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാന്ന് നോക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഡിഫൈൻ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അപ്പൊ അതിലേക്ക് അതായത് കൂട്ടാൻ നേരത്ത് 2 വാല്യൂസ് വരുമല്ലോ. അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന എ എന്നും ബി എന്നും പറയുന്ന 2 പാരാമീറ്റർ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റിട്ടേൺ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുക എന്ന് പറയുന്നത്, ആ റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ എന്ന കീവേഡ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഒരു വാല്യൂവിനെ ഹോൾഡ് ചെയ്യപ്പെടും. ഇപ്പൊ റിട്ടേൺ ഞാൻ എന്താ കൊടുക്കുന്ന, എ പ്ലസ് ബി. ഇപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, ഈ വരുന്ന പാരാമീറ്റർ, അതായത് ഇവിടെ വരുന്ന എയിൽ വരുന്ന വാല്യൂവും ബിയിൽ വരുന്ന വാല്യൂവും കൂടി പ്ലസ് ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമ്മൾ റിട്ടേൺ കൊടുക്കാത്ത കാരണം ഇതൊന്നും ഹോൾഡ് ചെയ്യുന്നില്ല, ഇത് പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ആ ഒരു മൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ഫംഗ്ഷൻ ഒരിക്കലും അതിന്റെ വാല്യൂ ആയിട്ട് മാറുന്നില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, റിട്ടേൺ ചെയ്യാൻ നേരത്ത് ഈ ഒരു സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ
ഒരു വാല്യൂവിനെ ഹോൾഡ് ചെയ്യപ്പെടും. വളരെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കണം, ഒരു വാല്യൂവിനെ ഹോൾഡ് ചെയ്യപ്പെടും എപ്പോൾ മാത്രം റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടെങ്കിൽ മാത്രം. അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷൻ വിളിക്കുന്നു, എന്നിട്ട് ഞാനൊരു 5 കൊടുക്കുന്നു. അപ്പം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 10 കിട്ടി. ഓക്കെ, അപ്പോൾ ശരിക്കും റിട്ടേൺ ചെയ്യണേ എന്തിനാണ് ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു സമ്മിന്റെ അകത്ത് വാല്യൂ ഉണ്ട്, ഒരു പുതിയൊരു എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ സമ്മ് എന്ന് പറയുന്ന വാല്യൂവിനെ കൊടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഈ ഒരു ഫംഗ്ഷൻ ആ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചേക്കണത്, സമ്മ് 5 കൊടുക്കാൻ നേരത്തെ ബേസിക്കലി ഇവിടെ വരികയും ഇവിടെ 5 വന്നിട്ട് അത് പ്ലസ് ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യുന്നതിന് ഇപ്പൊ ആ ഒരു സം ഓഫ് 5ന്റെ അകത്ത് 10 എന്ന് പറഞ്ഞ വാല്യൂ ഹോൾഡ് ചെയ്യുകയും അതിനെ നമ്മിലോട്ട് വെക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് നമ്മ വിളിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക കണ്ടോ, 10 പ്രിന്റ് ചെയ്ത്. കാര്യം എന്താ, കാര്യം ഇപ്പോ ഈ ഒരു നമ്മിന്റെ അകത്തേക്ക് സ്റ്റോർ ആകുന്നത് ഈ ഒരു സം ഓഫ് 5 റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. വളരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ സമ്മ് വിളിക്കുമ്പോൾ എന്താ സംഭവിച്ചത്, ഈ സമ്മ് വിളിക്കാൻ നേരത്ത് 5 എന്ന് പറയുന്നത് എയിലും ബിയിലേക്കും പോവുകയും അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമ്മിന്റെ അകത്ത് വാല്യൂ ഹോൾഡ് ചെയ്യുന്നു, ആ വാല്യൂവിന്റെ അടുത്ത് നമ്മൾ നമ്മിലോട്ട് വെച്ചിട്ട് നമ്മ എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രിന്റ് ചെയ്യിക്കാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, റിട്ടേൺ എന്ന് പറയുന്ന ഒരു കീവേഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോ നമുക്ക് ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് റിട്ടേൺ ചെയ്യിക്കാം, എന്തുവേണമെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യിക്കാൻ സാധിക്കും, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വളരെ ബേസിക് ആൻഡ് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഫംഗ്ഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാന്നൊക്കെ പറയാനുള്ളത്. കാര്യം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, നമ്മൾ ഫംഗ്ഷന്റെ അകത്ത് വാല്യൂനെ പാസ് ചെയ്യാൻ പഠിച്ചു, ആൻഡ് ദെൻ നമ്മൾ ഫംഗ്ഷന്റെ അകത്ത് വാല്യൂനെ റിട്ടേൺ ചെയ്യിക്കാണ്ട് പഠിച്ചു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് കാണാം. ബൈ.